നമസ്കാരം. വീണ എൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. തൃശൂർ പാലക്കാട് RDO ഓഫീസുകളിൽ ബോംബ് ഭീഷണി. ആദ്യ ഭീഷണി എത്തിയത് തൃശൂർ അയ്യന്തോളിലെ RDO ഓഫീസിലേക്ക്. ബോംബിട്ട് തകർക്കുമെന്നായിരുന്നു ഭീഷണി. റാണ തഹാവൂർ എന്ന പേരിലുള്ള മെയിൽ ID-യിൽ നിന്നാണ് ഭീഷണി സന്ദേശം എത്തിയത്. AIDMK നേതാവ് എടപ്പാടി പളനിസ്വാമിയെ വധിക്കുന്നതിനാണ് ബോംബ് സ്ഫോടനമെന്ന സന്ദേശത്തിൽ. ഓഫീസുകൾ അരിച്ചുപെറുക്കി ബോംബ് സ്ക്വാഡും പോലീസും. ഭീഷണി വ്യാജമെന്ന് കണ്ടെത്തൽ. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ വൻ തട്ടിപ്പ്. തൊഴിലാളികൾ അടച്ച അംശാദായ തുക ക്ലർക്ക് സംഗീത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. വിജിലൻസ് നടത്തിയ രഹസ്യാന്വേഷണത്തിലാണ് വൻ ക്രമക്കേട് പുറത്തുവന്നത്. 2018 മാത്രം 2 തവണ 80 ലക്ഷം രൂപ തട്ടിയെടുത്തതായി കണ്ടെത്തൽ. കുന്നംകുളം പ്രസ് ക്ലബ് സംസ്ഥാനതല മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. കേരള കൗമുദി വടക്കാഞ്ചേരി റിപ്പോർട്ടർ TD ഫ്രാൻസിസിന് അച്ചടി മാധ്യമ രംഗത്തെ മികച്ച റിപ്പോർട്ടർക്കുള്ള അവാർഡ്. കണ്ണൂർ വിഷൻ ചാനലിലെ ഷാരിമ രാജൻ ദൃശ്യമാധ്യമ വിഭാഗത്തിലെ അവാർഡ് ജേതാവ്. വിരിപ്പാക്ക സ്പിന്നിംഗ് മില്ലിനെ സംബന്ധിച്ചുള്ള വാർത്താ പരമ്പരയ്ക്കാണ് ഫ്രാൻസിസിന് പുരസ്കാരം. മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായി കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രനും മികച്ച ജനപ്രതിനിധിയായി കുന്നംകുളം നഗരസഭാ കൗൺസിലർ ലബീബ് ഹസനും തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകം വാഴ്ത്തിപ്പാടും വിശ്വപൂരത്തിന് കാതോർത്ത് ശക്തന്റെ തട്ടകം. പൂരാരവലരിയിൽ നിറയുന്നു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. പാറമക്കാവ് ദേവസ്വം സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനാലിൽ പന്തലിന് കാൽനാട്ടി. മേൽശാന്തി കരേക്കാട്ട് രാമൻ നമ്പൂതിരി ഭൂമി പൂജയ്ക്ക് നേതൃത്വം നൽകി. തിരുവമ്പാടി വിഭാഗം ഈ മാസം 25-ന് പന്തൽ കാൽനാട്ടും. പൂരം അതിഗംഭീരമാക്കുമെന്നും വെടിക്കെട്ട് കൂടുതൽ ആളുകൾക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ വർണ്ണാഭമാക്കുമെന്നും ദേവസ്വങ്ങൾ. മച്ചാട് മാമാങ്കം മണലിത്തറ ദേശത്തിന്റെ ഉത്സവ ചടങ്ങുകൾ വർണ്ണാഭവും സുരക്ഷിതവുമാക്കിയ ഉദ്യോഗസ്ഥർക്ക് ദേശത്തിന്റെ സ്നേഹോപഹാരം. ചിത്രകാരൻ ഷാജു കുറ്റിക്കാടൻ വരച്ച മനോഹര ചിത്രങ്ങൾ ഉപഹാരമായി നൽകി. കുന്നംകുളം ACP CR സന്തോഷ്, തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത, വടക്കാഞ്ചേരി CI റിജിൻ M തോമസ് എന്നിവരെ ആദരിച്ചു. സംസ്ഥാന പാതയിൽ മിണാലൂർ ബൈപ്പാസിൽ ജനവാസ മേഖലയിൽ കാട്ടുപന്നിയുടെ ജഡം ചിന്നിച്ചിതറിയ നിലയിൽ. നിരത്തിലാകെ രക്തം തളം കെട്ടി കിടക്കുന്നു. റോഡിന് കുറുകെ ചാടിയ പന്നിയെ വാഹനമിടിച്ചതായി നിഗമനം. പന്നി കുടുങ്ങിയത് ഹെവി ഡ്യൂട്ടി ടിപ്പറിനടിയിൽ എന്ന സംശയം. വനപാലകരെത്തി മൃതദേഹം നീക്കി. ഇടിച്ച വാഹനത്തിനായി അന്വേഷണം ഊർജിതം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസി സമൂഹം പെസഹ തിരുനാൾ ആചരണ നിറവിൽ. ക്രിസ്തുനാഥൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിനത്തിൽ ദേവാലയങ്ങളിൽ വൈദികർ വിശ്വാസികളുടെ കാൽ കഴുകി ചുംബിക്കും. സീറോ മലബാർ മലങ്കര സഭകളിൽ കാലത്തും ലത്തീൻ സഭയിൽ വൈകിട്ടും തിരുകർമ്മങ്ങൾ. ദേവാലയങ്ങളിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ 3 മരണം. സർവകക്ഷി ഹർത്താൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC അടക്കം ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ വീതം നൽകുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വീടുകളിൽ സന്ദർശനം നടത്തി. മുണ്ടത്തിക്കോട് അമ്പലനട അംഗനവാടിയെ മികവിന്റെ കേന്ദ്രമാക്കി ഉയർത്തി. 100 കണക്കിന് കുരുന്നുകൾക്ക് ആദ്യാക്ഷര പുണ്യം പകർന്നു നൽകിയ K ഭാർഗവിക്കിന് വിശ്രമ ജീവിതകാലം. 29 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ചു. മുണ്ടത്തിക്കോടിന്റെ ഹൃദയം കവർന്ന ടീച്ചർക്ക് നാടിന്റെ സ്നേഹനിർഭര യാത്രയയപ്പ. പാവറട്ടി സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാൾ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച ജില്ലാ ഭരണകൂടം. എക്സ്പ്ലോസീവ് ആക്ട് 1884 വകുപ്പുകൾ പ്രകാരമാണ് അനുമതി നിഷേധം. മെയ് 9 മുതൽ 11 വരെയും 18-നും വെടിക്കെട്ട് നടത്താൻ സമർപ്പിച്ച അപേക്ഷയാണ് നൽകിയത്. വാടാനപ്പള്ളിയിൽ സഹപ്രവർത്തകനെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട സിമന്റ് കട്ട കൊണ്ട് തലക്കടിച്ചു കൊന്നു. അടൂർ സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. കോട്ടയം സ്വദേശി ഷാജു പോലീസ് പിടിയിൽ. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഭിക്ഷാടകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബംഗളൂരു സ്വദേശി മുനിസ്വാമിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മുള്ളൂർക്കരയിൽ വീടിനുള്ളിൽ അഴുകിയ നിലയിൽ 56-കാരന്റെ മൃതദേഹം. വെട്ടിക്കാട്ടിൽ സ്വദേശി മണികണ്ഠന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്.